السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن له بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളെ, നോമ്പുകാരായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ സ്മരണകൾക്ക് വേണ്ടി നാം ഒരുമിച്ച് കൂടിയ സദസ്സ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ. നാളെ കുടുംബസമേതം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഈ പരിപാടി അള്ളാഹു ഒരു കാരണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. മക്കയിലെ പരിശുദ്ധ കഅബാലയത്തിൻ്റെ മുറ്റത്തായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹായുടെ തറവാട് വീട്. ആ മുറ്റത്തെ ഈന്തപ്പന ഓലകൾ കഅബാലയത്തോട് ചേർന്ന് നിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. യമനിൽ നിന്നൊരു രാജാവ് പരിശുദ്ധ കഅബയിൽ വന്ന് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, ഹജറുൽ അസ്വദ് ഞാനങ്ങ് എടുക്കുകയാണ്. അയാൾ വലിയ പാരാവാരത്തോടുകൂടെ സൈന്യത്തോടുകൂടെയൊക്കെ വന്നതാണ്, പരിവാരങ്ങളോടുകൂടെ വന്നതാണ്. ആർക്കും തടയാൻ അന്ന് ധൈര്യമില്ല. ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാനുണ്ടായിരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വല്യുപ്പ അസദ് എന്നവരായിരുന്നു. ആ അസദിൻ്റെ പുത്രനായ ഖുവൈലിദിൻ്റെ മകനായി ഫാത്തിമ ബിൻത്ത് സായിദ എന്ന തറവാട്ടുകാരിയായ സഹോദരിയുടെ മകളായി, ഖുവൈലിദിൻ്റെ മകളായി സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്നതിൻ്റെ 15 വർഷം മുമ്പാണ് പ്രസവിക്കപ്പെടുന്നത്. മഹദിയുടെ കുട്ടിക്കാലത്ത് വിളിക്കപ്പെടുന്ന ഓമന പേര് ത്വാഹിറ എന്നായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അമീൻ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഈ പേര് വിളിക്കാനും കാരണങ്ങളുണ്ട്. അത് അവരുടെ ജീവിത വിശുദ്ധിയായിരുന്നു എന്നാണ്. 300 ചില്ലാനം പ്രതിമകളെ പരിശുദ്ധ കഅബയുടെ പരിസരത്ത് പലരും കൊണ്ടുപോയി അന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് ഒരു ദൈവം എന്ന തോതിൽ 365 ദൈവങ്ങളാണ്. എന്നാൽ ഇതൊക്കെ തൻ്റെ കാലിനിടയിൽ കണ്ടിട്ടും ഒരിക്കൽ പോലും ഒരു പ്രതിമയുടെ മുമ്പിലും തല ഉനിക്കാത്ത വിശുദ്ധി ആ ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ ആ ത്വാഹിറ എന്ന പേരിന് പ്രാപ്തയാക്കുകയായിരുന്നു. മഹദിയുടെ മറ്റ് സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ആവാജ്യമായ ഭംഗിയുടെ ഉടമയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വല്ലാത്ത സൗന്ദര്യമാണ്, അതിലേറെ സൽസ്വഭാവം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞത് വളരെ കുറവാണ്. നല്ല സൗന്ദര്യമുള്ള ആളാണെങ്കിൽ ചിലപ്പം സ്വഭാവം വളരെ മോശമായിരിക്കും, അഹങ്കാരം കൂടുതലായിരിക്കും. എന്നാൽ അസൂയാർഹമായ സൗന്ദര്യമുള്ളതോടൊപ്പം അതിലേറെ സൽസ്വഭാവിയും കൂടിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. പാരമ്പര്യമായി തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. തൻ്റെടിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ സവിശേഷകരമായ ബുദ്ധിവൈഭവം കൊണ്ട് ലേശം മെച്ചപ്പെടുത്തരുത് കച്ചവടം ആരംഭിക്കുകയും അത് വളരെ ഭംഗിയായി വിജയിപ്പിക്കുകയും ചെയ്ത് എല്ലാം ഒത്തുമേളിച്ച ഒരു സ്ത്രീയായി. നല്ല തറവാടിത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ തന്നെ നബി തങ്ങളെ വല്യുപ്പമാരിൽപ്പെട്ട ഖുസയിലേക്കാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും വല്യപ്പമാരുടെ കണ്ണി ചെന്ന് ചേരുന്നത്. അപ്പോൾ ഖുറൈശി തറവാട്ടുകാരിയായി, അതിസുന്ദരിയായി, ബുദ്ധിമതിയായി, സമ്പന്നയായി, പരിശുദ്ധയായി ഒരു പെൺകുട്ടി വളർന്നു വരികയാണ്. സ്വാഭാവികമായും വിവാഹപ്രായമെത്തിയപ്പോൾ അന്ന് ഉതയ്യഖ് ഇബ്നു ആബിദ് എന്ന് പറയുന്ന നല്ലൊരു ചെറുപ്പക്കാരനുമായി വിവാഹ ജീവിതം ആരംഭിച്ചു. അതിൽ ഹിന്ദ് എന്നു പേരുള്ള ഒരു പെൺകുട്ടി ജനിച്ചു. ഏറെ വൈകാതെ ഉതയ്യഖ് ഇബ്നു ആബിദ് എന്ന ഭർത്താവ് മരണപ്പെട്ടു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രണ്ടാമത് വിവാഹിതയായി അബൂ ഹാല എന്ന് വിളിക്കപ്പെടുന്ന ചെറുപ്പക്കാരുമായിട്ടാണ്. ഈ ബന്ധത്തിൽ 2 കുഞ്ഞുങ്ങൾ പിറന്നു. അതിലൊന്ന്
ഹാല എന്ന് തന്നെ വിളിക്കപ്പെടുന്ന കുട്ടി, മറ്റൊന്ന് ഹിന്ദ്. 2 ഹിന്ദ് ഉണ്ട്. ഒരു ഹിന്ദ് ആണ്, ഒരു ഹിന്ദ് പെണ്ണുമാണ്. അള്ളാഹുവിൻ്റെ ഖലാ എന്ന് പറയാം. ഏറെ വൈകാതെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ 2ാമത്തെ ഭർത്താവായ അബൂ ഹാലയും മരണപ്പെട്ടു. 3 മക്കൾ ബാക്കിയായി. ഇതോടെ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു തീരുമാനമെടുത്തു, ഇനി കല്യാണമൊന്നും വേണ്ട. ഈ മക്കളെയും നോക്കി തൻ്റെ കച്ചവടവും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക, അതിലൊതുങ്ങുന്ന ഒരു ജീവിതം മാത്രം നിർണയിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഖുറൈശികളിലെ പ്രമുഖരായ ധനാഢ്യരായ തറവാട്ടുകാരായ എല്ലാവരും രഹസ്യമായും പരസ്യമായും അന്വേഷണം ആരംഭിക്കുന്നു ഖദീജയുമായുള്ളൊരു വിവാഹം. കാരണം സൗന്ദര്യത്തിൻ്റെയും തറവാടിത്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഉടമയായ ബീവിയുമായ ഒരു വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുക എന്നത് ആഗ്രഹിക്കാത്തവരും മക്കയിൽ ആരും ഉണ്ടായിരുന്നില്ല. പ്രായവ്യത്യാസമന്യേ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ആ തീരുമാനം ഉറച്ചതായിരുന്നു. ഇനി വിവാഹമില്ല, ഇനി മക്കളെയും നോക്കി കച്ചവടം നോക്കി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത, ഒരു സംഭവം ഉണ്ടാകും. മഹദി മറ്റു ചില സ്ത്രീകളോടൊപ്പം കഅബം പ്രദക്ഷിണം ചെയ്ത് അതിൻ്റെ പരിസരത്ത് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോൾ വിദേശത്ത് നിന്ന് വന്ന ഒരു പുരോഹിതൻ കഅബ തവാഫ് കഴിഞ്ഞ് ഈ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നുകൊണ്ട് ഒരു കമന്റ് പറഞ്ഞു, ഓ പെണ്ണുങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അന്ത്യദൈവദൂതരുടെ ഭാര്യയാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പരിശ്രമിച്ചു കൊള്ളുക. ഈ ഒരു വാർത്ത അവർക്ക് പരിചയമില്ലാത്ത വിദേശിയായ ഒരു പുരോഹിതൻ പറഞ്ഞത് കേട്ടപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് ഓടി വന്നത് ചെറുപ്പത്തിൽ കണ്ട ഒരു സ്വപ്നത്തിന്റെ കഥയാണ്. ചെറുപ്പത്തിൽ ഓടിച്ചാടി കളിക്കുന്ന കാലത്ത് ഒരു സ്വപ്നം കണ്ടിരുന്നു. സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വന്ന് തൻ്റെ മടിയിലിരിക്കണം. ഈ സ്വപ്നം കണ്ടപ്പം തൻ്റെ എളാപ്പയുടെ മകനും കൂടിയായ മഹാനായ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ദൈവികമായ വിഷയത്തിൽ അന്ന് നടന്നിരുന്ന എല്ലാ തിന്മകളോടും രാജിയായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്ദേശം സ്വീകരിച്ചിരുന്ന ഒരാളാണ് വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു. അങ്ങനത്തെ കാര്യത്തിനൊക്കെ പരിഹാരം പറയുന്ന ആളാണ്. അന്ന് മഹാനായ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു അത്രേ, ഇത് നിങ്ങൾ അന്ത്യ ദൈവദൂതരുടെ ഭാര്യയായി മാറുമെന്നാണ് ഇതിന്റെ വ്യാഖ്യാനം. അത് മനസ്സിലുണ്ട്, അത് ചെറുപ്പത്തിൽ കണ്ടൊരു സ്വപ്നമാണ്. ഇപ്പൊ അതാ അതിനോട് സമാനമായ ഒരു വാർത്തയാണ്. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും അന്ത്യപ്രവാചകന്റെ ഇണയാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പരിശ്രമിക്കട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ഒരു മാറ്റത്തിന്റെ ചെറിയ ഒരു തുടിപ്പ് കൊട്ടുകയാണ്. നേരത്തെ വിവാഹമൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചതാണല്ലോ, ഇനി അന്ത്യപ്രവാചകരുടെ ഭാര്യയാവുക എന്നുള്ള ഒരു പുതിയ സന്ദേശം കേട്ടപ്പോൾ അതിങ്ങനെ മനസ്സ് കൊണ്ടിടക്കണം. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു കല്യാണ വീട്ടിൽ ഒത്താശകളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ത്രീകളൊക്കെ ഉണ്ടാവില്ല, ഒരു ഭാഗത്തുനിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അതിന് നേതൃത്വം നൽകി ഖദീജ ബീവി അവിടെ ഉണ്ട്. ആ സമയത്ത് ആ നാട്ടുകാർക്കൊന്നും പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഈ സ്ത്രീകളടുത്തേക്ക് വന്നുകൊണ്ടിട്ട് ഇതേ വാക്ക് അയാളും പറഞ്ഞു, ഓ സഹോദരിമാരെ, നിങ്ങൾക്കാർക്കെങ്കിലും അന്ത്യപ്രവാചകന്റെ ഭാര്യയാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ശ്രമിക്കുക. ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായ പെണ്ണുങ്ങളൊക്കെ അവിടെ കല്ല് വാരിയിട്ട് ചെരക്കല് വാരി പോടാ അവിടെ നിന്ന് ഞങ്ങൾക്ക് പെണ്ണുണ്ടാക്കാൻ വന്ന എന്ന് വെച്ചു. ഓൽക്കിപ്പോൾ മനസ്സിലായാലും ഒരു തമാശയാക്കിയിട്ട് ഇയാളെ ചെരക്കല്ല് വാരി എറിഞ്ഞു. അപ്പൊ കല്ല് വാരി എറിയൊന്നും ചെയ്യാതെ കൂടുതൽ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അവർക്ക് നേരത്തെ പറഞ്ഞ ചിന്തക്ക് ഇത് വീണ്ടും ശക്തി പകർന്നു. അങ്ങനെ ആ മനസ്സിലൊരു തീരുമാനം എടുത്തു, അന്ത്യദൈവദൂതർ വരാനുള്ള കാലമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ ഇണയാവുക എന്ന ഈ സന്ദേശം ഞാൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ മഹദി ആലോചിക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അന്ത്യപ്രവാചകൻ വരുമെങ്കിൽ അതിന് ആർക്കാണ് സാധ്യത. അങ്ങനെ ഒരു ആലോചന നടത്തി. അങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചപ്പോൾ മനസ്സിലേക്ക് ഒരൊറ്റ ഉത്തര വരുന്നത്, ഇന്ന് മക്കയിൽ അന്ത്യപ്രവാചകനാകാൻ സാധ്യതയുള്ള ഒരേ ഒരു വ്യക്തി അൽ അമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുള്ളയുടെ ഓമനപുത്രനായ അൽ അമീൻ എന്ന് എല്ലാവരും മദ്ഹ് പറയുന്ന മുഹമ്മദിനല്ലാതെ അന്ത്യദൈവദൂതരാകാനുള്ള യോഗ്യത വേറെ ഒരാൾക്കും ഞാൻ കാണുന്നില്ല. കാരണം അത്ര വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി മക്കയിൽ വേറില്ല, വേറെ ആർക്കും അതിന് സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് അന്ത്യപ്രവാചകരാകാൻ സാധ്യത കാണുന്ന അൽ അമീനിനെ കുറിച്ച് ഒരു പഠനം നടത്തണം. ബുദ്ധിമതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അതിനുള്ള വഴി ആലോചിക്കുന്നത്. എന്താണ് അതിനുള്ള മാർഗം? അതിനുള്ള മാർഗം ഈ അൽ അമീനിനെ അടുത്തു പരിചയപ്പെടണമെങ്കിൽ അദ്ദേഹത്തെ തൻ്റെ തൊഴിൽ മേഖലയിലേക്ക് ഒരു അംഗമായി സ്വീകരിക്കുക എന്നതാണ് വഴി. ഇപ്പോ ആടുകളെ മേച്ച് ഉപജീവനം നടത്തിയാണല്ലോ അൽ അമീൻ. നമുക്ക് നമ്മളെ കച്ചവടത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അൽ അമീനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ അവസരം ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ആളെ പറഞ്ഞയച്ചു. ഇങ്ങനെ ഒരു കച്ചവടത്തിൽ പങ്കാളിയാവാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ അൽ അമീൻ വരികയാണെങ്കിൽ അതിന് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു.
വാർത്ത കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വലിയ സന്തോഷമായി. അവിടുത്തെ മൂത്താപ്പയായ അബൂ ത്വാലിബിന് അതിലേറെ സന്തോഷമായി. അബൂ ത്വാലിബിനെ നേരിട്ട് വന്ന് ഖദീജ ബീവിയോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്കറിയാലോ അൽ-അമീനെ കുറിച്ച്, നിങ്ങൾ സാധാരണ ആൾക്ക് കൊടുക്കണ ശമ്പളം കൊടുത്താൽ പോരാ, അതിന്റെ ഇരട്ടി കൊടുക്കണം അൽ-അമീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഖദീജ ബീവി പറഞ്ഞു, ശമ്പളത്തിന്റെ കാര്യമൊന്നും നിങ്ങൾ ബേജാറാണ്ട, അത് ഞാൻ കൊടുത്തോളും, അതൊന്നും പറയേണ്ടതില്ല, ഞാൻ അതിന്റെ മട്ടത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം മൂത്താപ്പ് ഒരുപാട് മക്കളുണ്ട്, 8-ാം വയസ്സ് മുതൽക്ക് പോറ്റി വരികയാണ്. ആ കുട്ടികളെ പോറ്റാൻ പ്രയാസപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം മൂത്താപ്പാക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യണമല്ലോ. അപ്പൊ അതിന് കിട്ടിയൊരു അവസരം എന്ന നിലക്ക് സന്തോഷത്തോടെ ആ ജോലി ഏറ്റെടുത്ത് കച്ചവട യാത്രക്ക് പുറപ്പെടുന്ന സമയത്ത് അതാ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ തന്റെ ഭൃത്യനായ മൈസറത്ത് എന്ന ബുദ്ധിമാനായ ചെറുപ്പക്കാരനുണ്ട്, അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ യാത്രയിൽ നിന്റെ ഡ്യൂട്ടി അൽ-അമീനിനെ യാത്ര തുടങ്ങി തിരിച്ചെത്തുന്നത് വരെ നിരീക്ഷിക്കുകയും ഓരോ സംഭവങ്ങളും നോട്ട് ചെയ്ത് എനിക്ക് റിപ്പോർട്ട് തരികയും ചെയ്യുക എന്നതാണ്. അങ്ങനെ മൈസറത്തിന് ചുമതല കൊടുത്തു. മൈസറത്ത് അത് ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സിറിയയിലേക്ക് ആ യാത്രാസംഘം പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെട്ട് പതിവനുസരിച്ച് ബുസ്ര എന്ന പ്രദേശത്ത് തമ്പടിച്ച് അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം യാത്രാസംഘം എല്ലാവരും ഒരു സ്ഥലത്ത് ഇരിക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടുന്ന് എഴുന്നേറ്റ് കുറച്ച് അപ്പുറത്ത് ഒറ്റക്ക് ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കണം. ആ സമയത്ത് അവിടേക്ക് നെസ്തൂറ എന്ന് പേരുള്ള ഒരു പുരോഹിതൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇങ്ങനെ കുറെ കാലമായി ഇവിടെ ചുറ്റിപ്പറ്റി കഴിയുന്ന ആളാ, ഞാൻ ചില പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്, നിങ്ങൾ ആരാ? നബി തങ്ങളോട് ചോദിച്ചു, ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള. നിങ്ങളെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്? ആ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം ഈ സംഘത്തിന്റെ സമീപത്തേക്ക് നെസ്തൂറ വന്നിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്ന വ്യക്തി ആരാണെന്നറിയോ? അത് അന്ത്യദൈവദൂതരാവാൻ പോകുന്ന വ്യക്തിയാണ്. കാരണം ഈ മരത്തിന്റെ ചുവട്ടിൽ പ്രവാചകന്മാരല്ലാതെ വിശ്രമിക്കാൻ ഇരുന്നിട്ടില്ല. അങ്ങനെ അവരോടും ചോദിച്ചു, ആരാണ് ഇദ്ദേഹം? അപ്പൊ അവര് പറഞ്ഞു, ഇദ്ദേഹം അബൂ ത്വാലിബിന്റെ മകനാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ജീവിച്ചിരിപ്പുള്ള ആളാ? ജീവിച്ചിരിപ്പുള്ള. അങ്ങനെ ആവാൻ തരല്ലോ, അല്ല അദ്ദേഹത്തിന്റെ മൂത്താപ്പയാണ്, വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ബോധ്യപ്പെടുത്തി ഇത് അന്ത്യദൈവദൂതരായി വരാൻ പോകുന്ന ആളാണ്. മൈസറത്ത് അത് നോട്ട് ചെയ്തു. പിന്നീട് കാണുന്ന അത്ഭുതങ്ങൾ എന്താണ്? യാത്ര പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തു നിന്നും ഈ സംഘത്തിന് വെയിൽ കൊള്ളുന്നില്ല. ഇവരുടെ മുകളിൽ വിശാലമായ കാർമേഘം വന്ന് നിൽക്കുന്നു. വിശ്രമിക്കാനിരുന്നാൽ കാർമേഘം അവിടെ നിൽക്കുന്നു. ഇവർ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ കാർമേഘം അവരുടെ കൂടെ സഞ്ചരിക്കുന്നു. ഇതും മൈസറത്ത് നോട്ട് ചെയ്യുകയാണ്. സിറിയയിലെത്തിയപ്പോഴത് കച്ചവടം മുതൽ പതിവിന് വിരുദ്ധമായി ഇവർ നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ വില കൊടുത്ത് മത്സരിച്ച് ആളുകൾ സാധനം മേടിക്കുന്നു. അങ്ങനെ സാധാരണ കിട്ടുന്നതിന്റെ ഇരട്ടിക്കരട്ടി ലാഭവുമായിട്ടാണ് കച്ചവട സംഘം തിരിച്ചു വരുന്നത്. ആകാംക്ഷയോടെ കാത്തുനിന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മൈസറത്തിനോട് സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇതെല്ലാം വിശദമായി മൈസറത്ത് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പം ഖദീജ റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു, എന്റെ നിരീക്ഷണം തെറ്റിയിട്ടില്ല, അന്ത്യപ്രവാചകരാകാൻ സാധ്യത അൽ-അമീൻ തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അൽ-അമീന്റെ ഭാര്യയായി മാറണം. ഇതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുമായി അടുക്കാനുണ്ടായ കാരണം. അല്ലാതെ മറ്റേ പാട്ടിൽ പറഞ്ഞ മാതിരി കണ്ട് സൗന്ദര്യത്തിൽ ആകർഷകരായിട്ട് പ്രേമം തോന്നിയതൊന്നുമല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ലക്ഷ്യം വേറെയാണ്, ആത്മീയ ലക്ഷ്യം. അങ്ങനെ ബീവി പിന്നെ ചിന്തിക്കുകയാണ്, ഞാനാണെങ്കിൽ ഒരു 40 വയസ്സുള്ള ആള്, അൽ-അമീനാണെങ്കിൽ 25 വയസ്സുകാരൻ, എന്നെ എങ്ങനെ ഇണയായി സ്വീകരിക്കും? ഇത് വിഷയം പറയണല്ലോ. മഹദി തീരുമാനിച്ചു. പണ്ടാരോ പറഞ്ഞ മാതിരി കിട്ടിയാലൊരാന പോയാലൊരു വാക്ക് തന്നില്ലേ, ഒരാനയും കൊണ്ട് അത് ചോദിച്ചു നോക്കി വായിച്ചാറേ, ആന തരുമെന്നേ. അപ്പൊ ചോദിച്ചു നോക്കെ കിട്ടിയവരാന പോയാലൊരു വാക്കല്ലേ ഉള്ളൂ എന്ന മാതിരി ഖദീജ റളിയല്ലാഹു അൻഹ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ ഒരു ആലോചന നടത്തിക്കൂടെ? തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കയിൽ പ്രായമുള്ളവരും അല്ലാത്തവരുമായ എല്ലാവരെയും മനസ്സിൽ താല്പര്യമുള്ളതാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു സാധാരണ പെണ്ണായിരുന്നില്ല. 40 വയസ്സുണ്ടെങ്കിലും 3 മക്കളുണ്ടെങ്കിലും ആ സമയത്തും ഒരു 17കാരിയുടെ സൗന്ദര്യമായിരുന്നു. അതേ വലിയ ബുദ്ധിമതിയാണ്, പക്വമതിയാണ്, സമ്പന്നയാണ്, സൽസ്വഭാവിയാണ്, എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു പെണ്ണാണ്. അത് അള്ളാഹു ചില പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിച്ച സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ അവിടുന്ന് വിയോജിപ്പ് പറഞ്ഞില്ല. കുടുംബത്തിൽ വിവരം അറിയിച്ചു. അബൂ ത്വാലിബ് ഇത് കേട്ടപ്പോൾ ഏറെ സന്തുഷ്ടവാനായി. അദ്ദേഹം വേഗം വന്നു, ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. കുടുംബമായിട്ട് ആലോചിച്ചു, എല്ലാം സന്തോഷകരമായി തീരുമാനിച്ചു. അങ്ങനെ അതാ അംർ ബിൻ അസദ്, അത് ഖുവൈലിദിന്റെ സഹോദരനാണ്. അന്ന് ഖുവൈലിദ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹമാണ് നിക്കാഹിന് കാർമ്മികത്വം വഹിക്കുന്നത്, വലിയായി വരുന്നത്. ആ സമയത്ത് തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ മറ്റൊരു അളാപ്പയുടെ മകനായ വറഖത്ത് ബിൻ നൗഫലിന്റെ സാന്നിധ്യം ആവശ്യപ്പെട്ടു. അവരും ആ സദസ്സിൽ പങ്കെടുത്തു. അതുപോലെ അബൂ ത്വാലിബാണ് ആ നിക്കാഹിന്റെ ഖുതുബ നിർവഹിക്കുന്നത്. അങ്ങനെ പൗരപ്രമുഖരുടെ സാന്നിധ്യത്തിൽ
അസൂയാർഹമായ ആ നിക്കാഹ് അവിടെ നടക്കണം. അവര് ഇണകളായി ജീവിക്കാൻ തീരുമാനിച്ചു. അസൂയക്കാർക്ക് പല വശമുണ്ടാവുമല്ലോ. അവരിങ്ങനെ പറയാൻ തുടങ്ങി, പണ്ടൊക്കെ നമ്മളൊക്കെ ആലോചിച്ചതാ, വലിയ വലിയ പൈസക്കാരൊക്കെ അങ്ങനെ തലേ ചൊറിഞ്ഞ് പറയാം, നമ്മളൊക്കെ ആലോചിച്ചതാ, അന്നൊക്കെ അവൾ വേണ്ട വേണ്ട എന്നാണ്. ഇപ്പൊ പെട്ടില്ലേ, ഇപ്പൊ കയ്യിൽ ഒരു ഈപ്പല്ലാത്ത, ഒരു പൈസ ഇല്ലാത്ത ഒരുത്തനെ കിട്ടി. വേറെ ഒരു ആരോപണം നബി തങ്ങളെ കുറിച്ച് പറയാനില്ല. തറവാടിത്തല്ല എന്ന് പറഞ്ഞൂടാ, സൗന്ദര്യമില്ല എന്ന് പറഞ്ഞൂടാ, വേറൊന്നും പറയാനില്ല, പൈസ ഇല്ല എന്ന് പറയാം. കയ്യിൽ കാശില്ലാത്ത ഒരുത്തനായില്ലേ ഇപ്പം കിട്ടിയത് എന്നൊരാക്ഷേപം അവര് പലയിടത്തും പറഞ്ഞു നടന്നു. ഈ വാർത്ത കാതിലെത്തിയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പിന്നീട് എല്ലാം സമർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും ഒരു സാധാരണ ഭാര്യക്ക് സാധിക്കാത്ത സമർപ്പണമാണ്. ഈ വാർത്ത കേട്ടതുകൊണ്ട് തന്നെ നിക്കാഹിന്റെ അന്ന് അവിടെ കൂടിയ ആളുകളോട് മഹദി പറഞ്ഞു അത്രേ, പൗരപ്രമുഖരെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്നും ഇവിടെ ഇരിക്കണം, പോകരുത്, ഒരു ചടങ്ങ് നടക്കാനുണ്ട്. അപ്പൊ അവരൊക്കെ അവിടെ തന്നെ ഇരുന്ന് വലിയ ഉഷാറിൽ ഒരു ചായയും വെള്ളമൊക്കെ കൊടുത്ത്, പിന്നെന്താ ചടങ്ങ് നടക്കുന്നത്? തൻ്റെ കോടിക്കണക്കിന് ദീനാറുകൾക്ക് വില വരുന്ന സമ്പത്തിന്റെ പ്രമാണങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവരെ മുമ്പെന്ന് അൽ അമീന്റെ കയ്യിലാട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ എൻ്റെ അൽ അമീനെ കുറിച്ചുള്ള ആരോപണം ഇതാ ഇല്ലാതെയാവുകയാണ്. നിങ്ങളൊക്കെ പറഞ്ഞത് പണമില്ല എന്നുള്ളൊരു പരാതിയല്ലേ, അതുകൊണ്ട് എൻ്റെ സർവ്വ സമ്പത്തും ഞാൻ ഇന്നു മുതൽ അൽ അമീനെ ഏൽപ്പിക്കുകയാണ്. അതിന് നിങ്ങളൊക്കെ സാക്ഷികളാണ്. ഒരു നിമിഷം കൊണ്ട് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയാണ്. ഇതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിച്ചത്, വവജദക ആയിലം ഫഅഗ്നാ. നബിയെ അവിടുന്ന് ദരിദ്രനായി അള്ളാഹു എത്തിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹു അവിടുത്തെ സമ്പന്നനാക്കിയില്ലേ. നബി തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അധ്യായമാണല്ലോ സൂറത്തുൽ ളുഹ. അതിൽ അള്ളാഹു നബി തങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. ആ നിമിഷം മുതൽ മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാരാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സമർപ്പിതയായ ഭാര്യയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പണമായിട്ട് കച്ചവടത്തിന് പോയോ? ചരിത്രത്തിൽ കാണുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് വേറൊരു ലക്ഷ്യത്തിനാണ്. ഇവിടെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കാനല്ല. ഈ പണം പിന്നെ നബി തങ്ങൾ എന്ത് ചെയ്തു? തൻ്റെ കുടുംബത്തിലെയും നാട്ടിലെയും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ചെലവാക്കുകയാണ്. പാവങ്ങൾക്ക് വേണ്ടി ആ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വല്ല ആശങ്കയും ഉന്നയിച്ചോ? ഇതൊക്കെ ഇങ്ങനെ കച്ചവടത്തിന് പോകാതെ ഇങ്ങനെ എടുത്തിങ്ങനെ കൊടുത്താൽ ഇങ്ങനെ തീർന്നു പോകട്ടോ? ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഖദീജ ബീവിയുടെ ലക്ഷ്യം മാറി. ഇനി ദുനിയാവല്ല വിഷയം, അന്ത്യ ദൈവദൂതരുടെ ഭാര്യയാണോ ഞാനെന്ന് ഉറപ്പാവണം. അവിടെ നിന്നാണ് പ്രവാചകരാകുന്നത്. ഇത് കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി സർവസ്വവും സമർപ്പിച്ച് ആ കാത്തിരിപ്പ് ഇങ്ങനെ നീളുകയാണ്. ഒരിക്കൽ പോലും ആ പണത്തെക്കുറിച്ച് കാമ എന്നൊരു ചോദ്യം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടില്ല. നമ്മളൊക്കെ ഭാര്യമാരാണെങ്കിലോ വലിയ തിടുക്കണ്ടാവും. ആ വാളൊന്നും എടുത്തതാ, അന്തി ഉറങ്ങുമ്പോൾ ഇരട്ടും, പിന്നെ ആപ്പിളങ്ങൾ എടുത്തരാന്ന് വെച്ചു. ഇത് മൊത്തമായിട്ട് ഏൽപ്പിച്ചിട്ട് ഇതിങ്ങനെ കൊടുക്കന്നെ കണ്ടുപോലെ ആവശ്യക്കാർക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കും. ഒരു പേടിയില്ല നബി തങ്ങൾക്ക്. എന്നാൽ അതിനെക്കുറിച്ച് പിന്നെ ഒരക്ഷരം നിങ്ങൾ എന്ത് ചെയ്തു, ആ പൈസ ഒക്കെ പാടെ യാതൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഇതൊരു സാധാരണ പെണ്ണല്ല. നബി തങ്ങളുടെ ഭാര്യമാരൊന്നും അങ്ങനത്തെ സാധാരണ പെണ്ണുങ്ങളല്ല. അല്ലാഹു തആല മുത്തുനബിക്ക് വേണ്ടി പ്രത്യേകം പടച്ചു വെച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. ഓ നബി തങ്ങളുടെ ഭാര്യമാരെ, നിങ്ങൾ വേറെ ഒരു പെണ്ണുങ്ങളെ പോലെയുമല്ല. അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നബി തങ്ങൾ മുത്തുനബിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഭാര്യയെ സംവിധാനിച്ചത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം അള്ളാഹുവിന്റെ റിസാലത്ത് എത്തിച്ചു കൊടുക്കലാണ്. ആ റിസാലത്ത് ഇവിടെ കൈമാറണമെങ്കിൽ നബി തങ്ങൾ ഇവിടെ ഇങ്ങനെ പണിക്ക് പോയി പൈസ ഉണ്ടാക്കി അതിനുവേണ്ടി ശ്രമിക്കുന്ന ആക്കി ദഅവത്ത് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പിന്തുണക്കേണ്ടത് ആരാ? കുടുംബക്കാരായ വാപ്പിമ്മയൊക്കെയാണ്. പക്ഷെ വാപ്പിമ്മയൊക്കെ നേരത്തെ മരിച്ചു പോയിട്ട് അതിന്റെ വേറെ ചില താല്പര്യങ്ങൾ അവരെ അള്ളാഹു തആല നേരത്തെ കൊണ്ടുപോയതാ. പണം കൊടുത്ത് പിന്തുണക്കേണ്ട വാപ്പാക്ക് വാപ്പാന്റെ സാന്നിധ്യം തന്നെയല്ല, വാപ്പ ജനിക്കണതിന് മുമ്പ് മരിച്ചു പോയിട്ടു. പിന്നെ പ്രബോധന രംഗത്ത് ഒരുപാട് പ്രതിസന്ധികൾ വരും. അപ്പൊ ഒക്കെ സാന്ത്വനം നൽകേണ്ടത് ഉമ്മയാണ്. ആ ഉമ്മയും വഫാത്തായി പോയിട്ടുണ്ട്. അപ്പൊ ഇനി നബി തങ്ങൾക്ക് വരേണ്ട ഒരു ഭാര്യ ആരായിരിക്കണം? സാമ്പത്തികമായി ബാപ്പയുടെ സ്ഥാനത്ത് നിന്ന് പിന്തുണക്കാൻ പോകുന്ന ഭാര്യയാവണം. അതോടൊപ്പം തന്നെ ഒരു ഉമ്മയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ആശ്വാസം പകരാൻ പറ്റിയ ഭാര്യ ആയിരിക്കണം. അതിനുള്ള പക്വതയും പ്രായമൊക്കെ ഉണ്ടാവണം. അതിൻ്റെ കൂടെ സൗന്ദര്യവും ബുദ്ധിയും തൻ്റെ ഇടവും ഒക്കെയുള്ള ഒരു 17കാരിയുടെ പ്രൗഢിയുള്ള നബി തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഭാര്യയുമായിരിക്കണം. ഇതെല്ലാം ഒരേ സമയത്ത് മേളിച്ച ഒരേ ഒരു മഹദി, അത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അവർ മാത്രമാണ്. ഈ വാപ്പന്റെ സ്ഥാനത്തേക്കും അവർ പറ്റും, ഉമ്മന്റെ സ്ഥാനത്തേക്കും പറ്റും, ഭാര്യന്റെ സ്ഥാനത്തേക്കും പറ്റും. അത് അള്ളാഹു അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് വെച്ചതാണ്. അങ്ങനെ ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. 6 കുഞ്ഞുങ്ങൾക്കാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ജന്മം നൽകുന്നത്. ഖാസിം റളിയല്ലാഹു അൻഹു, അബ്ദുള്ള റളിയല്ലാഹു അൻഹു 2 ആൺമക്കൾ പിറന്നു. ഖാസിം എന്ന കുട്ടി നടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മരണപ്പെട്ടു പോകുന്നത്. നുബുവത്തിന്റെ ശേഷമാണ് അബ്ദുള്ള എന്ന കുട്ടി ജനിക്കുന്നതും മരിക്കുന്നതും. പിന്നെ ബാക്കിയായത് 4 പെൺമക്കളാണ്. സൈനബ് ബീവി, റുഖയ്യ ബീവി, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന.
ഈ 4 പെൺകുട്ടികളാണ് പിന്നെ ബാക്കിയുണ്ടായത്. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 35 വയസ്സുള്ളപ്പോഴാണ്. കഅബയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹജറുൽ അസ്വദ് വെക്കണിനെ കുറിച്ചുള്ള കലാപം നടക്കുമ്പോൾ അവിടെ ഖദീജ റളിയല്ലാഹു അൻഹ ഇവരെ പ്രസവിക്കാണെന്ന് അവിടുന്ന് ഓടി വന്നിട്ടാണ് ആ പ്രശ്നം നബി തങ്ങൾ പരിഹരിച്ചത്. അപ്പം നുബുവത്ത് കിട്ടുമ്പം മഹദിക്ക് ഫാത്തിമ ബീവിക്ക് 5 വയസ്സാണ്. ഈ 5 വയസ്സായ സമയം വരെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴൊക്കെയും ഖദീജ ബീവിയുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? തൻ്റെ ഭർത്താവിന് എന്നാണ് അന്ത്യ ദൈവദൂതർ പദവി ലഭിക്കാൻ പോകുന്നത്, അതിൻ്റെ സമയമായോ? അതിനുവേണ്ടി എല്ലാം നൽകി കാത്തുകാത്തിരിക്കുകയാണ്. മുത്തുനബിയുടെ ആൺമക്കളായ 2 കുട്ടികളും അങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ആദ്യം തന്നെ കാസിം എന്ന കുട്ടിയാണ് മരിക്കണത്. പിന്നെ നബി തങ്ങൾക്ക് വലിയ സങ്കടമായി, ആൺകുട്ടികൾ മരിച്ചു, പെൺകുട്ടികൾ മാത്രം ബാക്കിയുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നബി തങ്ങൾക്ക് ആശ്വാസം പകരാൻ എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹിക്ക് ഒരു ആൺകുട്ടി വേണമല്ലോ എന്ന് അവരിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവരെ കുടുംബക്കാരനായ ഹക്കീം ബിൻ ഹസം എന്ന് പറയുന്ന ഒരാള് ചന്തയിൽ നിന്ന് 3 അടിമക്കുട്ടികളെ വാങ്ങി. ആ അടിമക്കുട്ടികളെയുമായിട്ട് ഖദീജ ബീവിയുടെ മുന്നിൽ വന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുത്തനെ നിങ്ങൾ സ്വീകരിച്ചോളിയാണ്. അപ്പൊ ഖദീജ ബീവി ഇങ്ങനെ നോക്കിയപ്പോൾ അടിമത്വത്തിന്റെ ലക്ഷണമൊന്നും മുഖത്ത് കാണാത്ത നല്ല പക്വതയും ദൃഢതയുള്ള ശരീരത്തിന്റെ ഉടമയായ 8 വയസ്സുള്ള സെയ്ദ് ബിൻ ഹാരിസ് എന്ന് പറഞ്ഞ കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് ഇവനെ മതിയെന്ന്. അങ്ങനെ ഈ കുട്ടീനെ സ്വീകരിച്ചു. ഈ കുട്ടി ആരാന്നറിയോ? ഈ കുട്ടി സുഅദ എന്നു പേരുള്ള ഉമ്മാന്റെ കൂടെ വിരുന്നു പോവായിരുന്നു. അടിമയല്ല കുട്ടി. വിരുന്നു പോകുന്ന സമയത്ത് ഒരു പറ്റം കൊള്ളക്കാര് ഇവരെ പിടികൂടി കൊള്ളയടിച്ച് കൂട്ടത്തിൽ ഈ സെയ്ദ് ബിൻ ഹാരിസ് എന്ന കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കളഞ്ഞതാണ്. അങ്ങനെയാണ് സ്വതന്ത്രനായ സെയ്ദ് ബിൻ ഹാരിസ അടിമയായി മാറുന്നത്. അങ്ങനെ ചന്തയിൽ നിന്നാണ് ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ ബന്ധുവായ ഹക്കീം ഈ കുട്ടീനെ വില കൊടുത്ത് വാങ്ങുന്നത്. അങ്ങനെ ബീവിയുടെ കൈവശം ഈ കുഞ്ഞു വന്നപ്പോൾ ഉടനെ ബീവി ചിന്തിച്ചതെന്താ? ആൺകുട്ടികൾ മരണപ്പെട്ടു പോയ മുത്തുനബിയെ ആശ്വസിപ്പിക്കണം, അതിന് ഈ കുഞ്ഞിനെ നബിതങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെയാണ് എവിടെയും പ്രയാസം ഉണ്ടാകുമ്പോൾ ആശ്വാസത്തിന്റെ പ്രവർത്തനമായിട്ട് ഖദീജ ബീവി വന്നിട്ടുണ്ട്. നബിതങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സെയ്ദ് ബിൻ ഹാരിസിനെ ഒരു മോനെപ്പോലെ സ്വീകരിച്ചു. പക്ഷെ ആ സമയത്തും അവരുടെ ഉമ്മയും ബാപ്പയും അന്വേഷണങ്ങളുടെ പര്യടനം ഇങ്ങനെ തുടരുകയാണ്. പല ചന്തകളിലും പോകും, പല ടൗണുകളിലും ചെല്ലും. അങ്ങനെ പല നാട്ടിലും പോയി സെയ്ദിനെ അന്വേഷിക്കുകയാണ്. മോനെ കാണുന്നില്ല. ആരെങ്കിലും ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് എവിടെയെങ്കിലും ഇനിയും ചന്തയിൽ വിൽപ്പനക്കെത്തിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരെ നാട്ടുകാരോ പരിശുദ്ധ കഅബയിൽ തവാഫിന് വന്നപ്പോൾ ഈ സെയ്ദ് എന്ന കുട്ടിയെ കാണുന്നു. അങ്ങനെ അവരന്വേഷിക്കുന്നു, മോനെ നീ ഏത് നാട്ടുകാരനാ, നിന്റെ വാപ്പാരാ? അപ്പൊ അവർക്ക് ബോധ്യമായി ഇതാണ് നമ്മളെ ഹാരിസത്തിന്റെ മകൻ സെയ്ദ്. ഈ വിവരം നാട്ടിൽ കൊടുത്തു. എവിടെ ഉള്ളതെന്നൊക്കെ അന്വേഷിച്ച് കുട്ടി പറഞ്ഞു, അങ്ങനെ മുഹമ്മദ് നാളെ വീട്ടിലാണ് ഞാനുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പിതാവായ ഹാരിസത്തും സഹോദരനായ കഅബും കൂടി നബിതങ്ങളെ തേടി വന്നു. അന്ന് നബി ഔദ്യോഗികമായി നുബുവത്ത് കിട്ടിയിട്ടില്ല, അതിന് മുമ്പാണ്. മക്കയിൽ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു, ഇത് ഞങ്ങളെ മോനാണ്. ഈ മോൻ നഷ്ടപ്പെട്ട രംഗമൊക്കെ അവർ വിശദീകരിച്ചു. അന്ന് മുതൽ ഇവന്റെ ഉമ്മ പട്ടിണിയിലാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, ഒരു ഭ്രാന്തിയെ പോലെ. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണല്ലോ. ആ ഉമ്മാക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നിലവിളിച്ച് കരയുകയാണ്. നിങ്ങൾ എന്തു വില വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ തരാം. ഞങ്ങളെ മോനെ നിങ്ങൾ വിട്ടുതരണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന് സെയ്ദിന്റെ വാപ്പ ഹാരിസത്ത് കേണപേക്ഷിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു പൈസയും തരണ്ട, നിങ്ങൾ മോനെ വിളിക്കാൻ. മോൻ നിങ്ങളെ കൂടെ വരാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ ഒരു പൈസയും തരാതെ കൊണ്ടുപോയിക്കോളി. ഇനി അതല്ല, അവൻ വരുന്നില്ല, ഇവിടെ തന്നെ താമസിക്കാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കൂല. അപ്പം ഹാരിസത്ത് പറഞ്ഞു, മാന്യമായൊരു വർത്താനങ്ങൾ പറഞ്ഞു. ഇതൊന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. കാരണം ഓൽക്ക് ഉറപ്പാ, വാപ്പ വിളിച്ചാൽ മക്കൾ പോകൂലേ, ആ ധൈര്യത്തിലാണ്. അങ്ങനെ അതാ മകനെ വിളിച്ചു വരുത്തി അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ആ ഉമ്മ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട രംഗം ഓർമ്മിപ്പിച്ചു. അന്നു മുതൽ ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല, മോനെ കരച്ചിലാണ്. അതുകൊണ്ട് നീ ഞങ്ങളെ കൂടെ വരണം മോനെ. കേണപേക്ഷിച്ചുകൊണ്ട് ആ വാപ്പ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ സെയ്ദ് എന്ന കുട്ടി പറയുന്നു, ഇന്നി റഅയ്തു മിൻ ഹാദർ റജുലി ശൈഅൻ വമാ അന ബില്ലദി യുഫാരിഖുഹു അബദാ. ഞാൻ ഈ മനുഷ്യനിൽ നിന്ന് ചില പ്രത്യേക സംഗതികളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ അൽ അമീനെ വിട്ടുപിരിഞ്ഞു പോരാൻ എനിക്ക് സാധ്യമല്ല. സെയ്ദിന്റെ വാപ്പ ഹാരിസത്തും സഹോദരൻ കഅബും ഞെട്ടിത്തരിച്ചുപോയി. വാപ്പ വീണ്ടും ഉപദേശിച്ചു, മോനെ ആ തഖ്താറുൽ ഉബൂദിയ്യത, അടിമത്തത്തെയാണോ സ്വാതന്ത്ര്യത്തിന് പകരം നീ തിരഞ്ഞെടുക്കുന്നത്? മകൻ പറഞ്ഞു, ഞാനിവിടെ അടിമയല്ല, എല്ലാ സ്വാതന്ത്ര്യവും ആസ്വദിക്കുകയാണ്. ഒരിക്കലും ആ മകൻ എത്ര പ്രലോഭിപ്പിച്ചിട്ടും കൂടെ പോകാൻ തയ്യാറായില്ല. അവസാനം കരാറ് പാലിക്കണ്ടേ? ഹാരിസത്ത് പറഞ്ഞു, ഇനി അവൻ നിങ്ങളെ കൂടെ നിൽക്കട്ടെ. അവർ കരഞ്ഞുകൊണ്ട് പോകുമ്പം നബിതങ്ങൾ അവരെയും സമാധാനിപ്പിക്കണമല്ലോ. അവരെ കൂടെ സെയ്ദിനെയും കൂട്ടി കഅബന്റെ അടുത്ത് കൊണ്ടുപോയി നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി ഇവരെ സാക്ഷിയാക്കിയിട്ട് പറഞ്ഞു, ഇനി മുതൽ സെയ്ദ് അടിമയല്ല, അവൻ എൻ്റെ പോറ്റുപുത്രനാണ്.
അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടു കൂടെയാണ് സെയ്ദിന്റെ വാപ്പ അവിടുന്ന് പോകുന്നത്. കാരണം എൻ്റെ മോനെ ഇത്ര സ്നേഹമുള്ള ഒരു മനുഷ്യന്റെ മകനായി ജീവിക്കാൻ കിട്ടിയാൽ അതൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും മകന്റെ അവസ്ഥ നല്ല റാഹത്തിലാണല്ലോ എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുകയാണ്. ഞാൻ പറയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് വിഷമം വന്നോ അവിടൊക്കെ അവിടത്തെ സാന്ത്വനപ്പെടുത്താനും സമാശ്വസിപ്പിക്കാനും ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പദ്ധതികളുമായി കടന്നു വന്നിട്ടുണ്ട്. അവർ പിന്നെയും നോക്കണെന്താ എന്നേക്കും ആ പ്രവാചകത്വം കിട്ടുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ശൈലിയൊക്കെ മാറാൻ തുടങ്ങി. അവിടുന്ന് ജനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ തുടങ്ങി. ഇടക്കിടക്ക് ഹിറാ പർവ്വതത്തിന്റെ ശിഖരത്തിൽ പോയി നിന്ന് ഇങ്ങനെ കാബ നോക്കിയിരുന്ന് അവിടുന്ന് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. ആ സമയത്തൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുകയാണ്? ഏതാനും ദിവസം കഴിക്കാനുള്ള ആഹാരം വീട്ടിൽ വെച്ച് പാകം ചെയ്ത് അത് തലയിൽ വെച്ചതാ ഈ കുന്നു കയറുകയാണ്. എന്നിട്ട് ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണ ഒരു ഭാര്യയ്ക്ക് ഇതിന് സാധിക്കോ? ഒരിക്കലും കഴിയില്ല. കാരണം എന്താ? ഭർത്താവ് ഇങ്ങനെ കുന്നിന്റെ ഏറിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഭാര്യമാർ അങ്ങോട്ട് ആഹാരം കൊടുക്കും. മര്യാദയായിട്ട് ഇറങ്ങി പോകുന്നോളി അറിയില്ല. കുന്നിന്റെ ഏറിൽ പോയി പേടിച്ചിങ്ങോട്ട് വരണ്ടേ, ഞാൻ കാണിച്ചാൽ കേൾക്കുന്ന അറിയാം. ഇതല്ല, ഇതിന്റെ മനസ്സിൽ നേരത്തെ തന്നെ എന്താ ഉള്ളത്? അന്ത്യദൈവദൂതരാവണ് കാണാൻ നിൽക്കാണല്ലോ. അപ്പൊ അതിനുവേണ്ടി ഒത്താശ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ ഭക്ഷണമായിട്ട് അവിടെ പോകും. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ നിന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ തുടക്കം റബീഉൽ അവ്വലിലാണ്. ആദ്യത്തെ തുടക്കം ഉണ്ടാകുന്നത് സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങൾ ഇന്ന് കണ്ടത് നാളെ സൂര്യപ്രകാശം പോലെ പുലരും. അത് കേൾക്കുമ്പോൾ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ പ്രതീക്ഷയായി. അങ്ങനെ 6 മാസം കഴിഞ്ഞു പരിശുദ്ധ റമളാനിലാണ് ആദ്യമായി ഹിറാ പർവ്വതത്തിലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്ത് 5 ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ട് പരിഭ്രാന്തനായി പേടിച്ച് വിറച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. സമ്മിലൂനി സമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂട് പുതപ്പിട്ട് മൂട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ ആ സമയത്ത് സന്തോഷത്തോടെ പുതപ്പിട്ട് കൊടുക്കുകയാണ്. വേറെ ഏതെങ്കിലും സാധാരണ ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ എന്താ പറയാ? എന്നിട്ട് വരും ഞാൻ തരാം. കണ്ട കുന്നിന്റെ ഏറു പോയി കൂടിയിട്ട് ഇപ്പോൾ പേടിച്ച് ചെയ്താനെ എന്തൊക്കെ കണ്ട് പേടിച്ച് വന്നായിരിക്കും ചൂലെടുക്കൂലേ? ഖദീജ ബീവി അതല്ല. അവിടുന്ന് അതാ പറയുന്നു, കല്ലാ, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട. വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവടിയൂല. കാരണം എന്താ? ഇന്നക തസിലുർ റഹ്മ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളായിരുന്നു. വ തക്സിബുൽ മഅദൂമ, ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിച്ച ആളാണ്. വ തഹ്മിലുൽ കല്ല, പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്ത് നിവൃത്തി വരുത്തി കൊടുക്കുന്ന ആളാണ്. ഖദീജ ബീവിന്റെ സമ്പത്ത് എടുത്തിട്ടാണെങ്കിലും പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരു ജീവിതമാണ് അത്രയും കാലം കണ്ടത്. അങ്ങനത്തെ ഒരാളെ പടച്ചോൻ കൈവയ്ക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടി എന്താ? ജിബ്രീലിനെ കണ്ട് ഞെട്ടിയതൊന്നുമല്ല. പിന്നെയോ അന്ത്യപ്രവാചകർ എന്നൊരു പദവി ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത പദവിയല്ലേ. ഇനി അതിനുശേഷം ഒരാള് ഈ ദീൻ പ്രചരിപ്പിക്കാൻ ഇവിടെ വരാനില്ല, ഒരു നബിനി വരൂല. അപ്പൊ അന്ത്യദിനം വരേക്കും ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യർക്കും സന്മാർഗം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ വരുന്നത്. ആ ഉത്തരവാദിത്ത ബോധത്തിന്റെ കാരണത്താലാണ് അത്രേ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പനി പിടിച്ചത്. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ ഖദീജ ബീവിക്ക് ഒന്നുകൂടി എന്ത് വേണം? ഉറപ്പാവണം. ഇത് ഏത് തന്നെയാണ്? വഹി തന്നെയാണെന്ന് ഉറപ്പാവണം. അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുപോണത് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കൽ. കാരണം മൂപ്പര് നേരത്തെ പറഞ്ഞാൽ അന്ത്യപ്രവാചക ഭാര്യ എന്നൊക്കെ പറഞ്ഞ നസ്രാനിയത്തിൽ വിശ്വാസമുള്ള, കിതാബിൽ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ മഹാന്റെ അടുത്തേക്ക് നബി തങ്ങളെ കൊണ്ടുപോയി സംഭവങ്ങളൊക്കെ വിശദീകരിച്ചപ്പം പറഞ്ഞു, അതെ, ഇത് മൂസാ നബിയുടെയും ഈസാ നബിയുടെ അടുത്തൊക്കെ വന്ന നാമൂസ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് ഈ വഹിയുമായി വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വലിയ പ്രതിസന്ധികളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ നാട്ടുകാര് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ദിവസവും വരും. യാ ലൈതനി കുന്തു ജദ്അൻ യൗമ യുഖ്രിജുക ഖൗമുക, നിങ്ങളെ നാട്ടുകാർ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുന്ന ദിവസം ഞാൻ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ല സഹായം ഞാൻ ചെയ്തു തരുമായിരുന്നു എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എൻ്റെ നാട്ടുകാരെന്നെ പുറത്താക്കുമോ എന്ന് വെച്ച്. അപ്പോൾ നിങ്ങളെ മാത്രമല്ല, ഈ സംഗതിയായിട്ട് വന്നോലെ മൊത്തം നാട്ടുകാർ പുറത്താക്കിയിട്ടുണ്ട്. നാട്ടുകാർ എതിർക്കുക എന്നുള്ളത് ഒരു സംഗതി മോശമെന്നുള്ളതിൻ്റെ അല്ല, ശരിയാന്നുള്ളതിൻ്റെ അടയാളം. എല്ലാ നബിമാരും ഹിജ്റ പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും നാട് വിട്ടു പോകേണ്ടി വരും, അതിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ സ്വന്തമായി സാധ്യമാകുന്ന ആശ്വാസവാക്കുകൾ പറഞ്ഞു. സമാധാനം കിട്ടുന്ന ആളെത്ത് കൊണ്ടുപോയിട്ട് ആശ്വസിപ്പിച്ചു. ഇതാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നബി തങ്ങളെ എല്ലാം കൂടെ നിന്ന് പിന്തുണക്കുക, ഏതെങ്കിലും ഒരു സംഗതിയിൽ എതിർത്തില്ല. എന്നിട്ട് മാത്രമല്ല, ഈ സന്ദേശം നബിതങ്ങൾ പറഞ്ഞപ്പം ആദ്യത്തെ വിശ്വാസിയായി നബിതങ്ങളുടെ ആ മതത്തിൽ അംഗത്വം സ്വീകരിക്കുന്ന മഹദി ആരാണ്? അത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അത് മാത്രം പോരെ, മഹദിയുടെ മഹത്വം പറയാൻ. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്ത മഹദി ഖദീജ ബീവിയാണ്. അള്ളാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. അങ്ങനെ പ്രബോധനം നടത്തുന്നു, എല്ലാ പിന്തുണയും ബീവി നൽകുന്നു. 3 കൊല്ലം രഹസ്യമായിട്ടാണ് പ്രബോധനം നടത്തിയത്. പൗരപ്രമുഖരായ പലരും ഇസ്ലാമിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ, അലി ബിൻ അബി ത്വാലിബ്, സുഹൈർ ബിൻ അവ്വാം, ഇങ്ങനെ പ്രഗത്ഭരായ പലരും ദീനിലേക്ക് വന്നു. ഹിജ്റ അനുഭവത്തിന്റെ 3ാമത്തെ കൊല്ലാണ് അല്ലാഹു തആല ഓർഡർ കൊടുക്കുന്നത്, ഇനി നിങ്ങൾ പരസ്യമായി പ്രബോധനം ആരംഭിക്കണം. ആദ്യം കുടുംബക്കാരെ പ്രബോധനം ചെയ്യണം.
അങ്ങനെയാണ് ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി നിന്ന് ഓരോ ഗോത്രത്തിന്റെയും പേര് വിളിച്ചു നബി തങ്ങൾ. അപ്പൊ അല്ലമീനല്ലേ ആ വിളിക്കുന്നത്. എല്ലാവരും ഞൊടിയിട കൊണ്ട് ആ കുന്നിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂടി. അവരോടായി നബി തങ്ങൾ ചോദിച്ചു, ഈ കുന്നിന്റെ പിറകിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഒരു സേന വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരൊന്നിച്ചു പറഞ്ഞു, മാ ജറബ്നാ മിൻക ഇല്ലാ സിദ്ഖാ, നിങ്ങളിൽ നിന്ന് സത്യമല്ലാത്തതൊന്നും ഇതുവരെ ഞങ്ങൾക്ക് അനുഭവമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കണേന് എന്താന്ന് ചോദിച്ചു. ഇതിലെ നുണ പറഞ്ഞ സംഭവം ഞങ്ങളുടെ മുമ്പിലില്ലല്ലോ, അങ്ങനെ രഹസ്യമായിട്ട പ്രബോധനം ആരും അറിയില്ല സംഗതിയൊന്നും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്നാലേ അങ്ങനത്തെ ഒരു സാധനത്തെക്കാൾ അപകടകരമായ ഒരു കാര്യം താക്കീത് ചെയ്യാനാണ് ഞാൻ വന്നത്. അത് മറ്റൊന്നല്ല, ഈ അത്ഭുതകരമായ ലോകത്തിന്റെ പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട്, അവനാണ് അള്ളാഹു. ആ അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചത് ഒരു പരീക്ഷയുടെ ഭാഗമാണ്. നമ്മൾ കുറച്ച് ഞാൻ ഇവിടുന്ന് മരിക്കും, ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെ മരണാനന്തരം നമുക്കൊരു ജീവിതം വരും. അവിടെയാണ് നമ്മളെ വിജയവും പരാജയവും തീരുമാനിക്കുക. അതുകൊണ്ട് ഈ ഐഹികമായ ജീവിതത്തിൽ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ അവന്റെ പ്രവാചകനാണ് എന്നും നിങ്ങൾ അംഗീകരിക്കണം. ഇത് ബുദ്ധിപരമായി ആ സദസ്സിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ സമ്മിശ്രമായ പ്രതികരണം ഉണ്ടായത്. പലരും പറഞ്ഞത് നല്ലൊരു ആശയാണല്ലോ അല്ലേ, എല്ലാവരും അങ്ങനെ പറഞ്ഞു. പക്ഷേ നബിതങ്ങളുടെ മൂത്താപ്പമാരിൽപ്പെട്ട അബൂലഹബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മൂപ്പർക്ക് അപ്പം തോന്നിയത് വേറൊരു ചിന്തയാണ്. അങ്ങനെ പടച്ചോന് ഒരു പ്രവാചകനാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പടല്ലേ എന്നെ അയച്ചാൽ പോരെ എന്നൊക്കെ തോന്നുകയാണ്. ഇതാണ് എല്ലാവർക്കും പറ്റിയത്. ഈ അബൂജഹലിനും ഇവർക്കൊക്കെ അറിയാലോ, നബിതങ്ങളെ കുട്ടിക്കാലം മുതൽ അവിടുത്തെ അത്ഭുത ജീവിതം നേരിട്ട് കണ്ടോലാണോ. പക്ഷെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയ എന്താ അഹങ്കാരാണ്. എന്നെ ആക്കിയാൽ പോരെ അങ്ങനെ പ്രവാചകനാക്കണം എന്ന് അള്ളാഹ്ക്ക് പൂതി ഉണ്ടെങ്കിൽ ഞാൻ പടല്ലേ എന്നാണ്. അതുകൊണ്ട് മൂപ്പര് ഇത് സമ്മതിച്ചില്ല. മൂപ്പര് ചോദിച്ചു, അലിഹാദ ജമാഅത്തന തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം വരട്ടെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെല്ലാം ഇവിടെ വിളിച്ചു കൂട്ടിയത്? നീ ദൈവദൂതനാന്ന് പറയാനാണോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അള്ളാഹു അവന് ക്ഷമ തന്നില്ല. കാരണം മുത്തുനബിയെ വിമർശിച്ചെടുത്ത് അള്ളാഹു തആല നോക്കി നിൽക്കുന്ന പതിവില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂജഹൽ നശിച്ചു കഴിഞ്ഞു. അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും ഒന്നും ഓന് ഉപകാരപ്പെടില്ല. എല്ലാ നെറികേടിനും കൂട്ടി നിൽക്കുന്ന അവന്റെ ഭാര്യ ഉണ്ടല്ലോ, ഓളും ഓനും നരകത്തിന്റെ വിറകാകാൻ പോകുകയാണ് അള്ളാഹു തആല അങ്ങ് പ്രഖ്യാപിച്ചതോടെ അബൂലഹബ് അങ്ങോട്ട് പ്രകോപിതനായി. ഇത് ഏതാ സമയം നിങ്ങൾക്ക്? മുത്തുനബിന്റെ 2 മക്കൾ, ഒന്ന് ബീവി റുഖയ്യ റളിയല്ലാഹു അൻഹ, ആ റുഖയ്യ ബീവിയും മറ്റൊന്ന് ഉമ്മു കുൽസും വിവാഹപ്രായമെത്തി നിൽക്കുകയാണ്. അറബികൾക്കിടയിൽ ഒരു പതിവുണ്ട്, നേരത്തെ തന്നെ ചെറുപ്പത്തിലെ ഉറപ്പിച്ചു വെക്കും. ഇപ്പൊ നബിതങ്ങൾക്ക് ഉണ്ടല്ലോ, ആയിഷ ബീവിനെ 6ാമത്തെ വയസ്സിൽ ഉറപ്പിച്ചു വെച്ചു. പിന്നെ പ്രായപൂർത്തിയെത്തി 9 വയസ്സ് വന്ന് പ്രായപൂർത്തിയെത്തിയതിന് ശേഷമാണ് വിവാഹം ചെയ്തത്. ഇതേപോലെ കൂട്ടിക്കൊണ്ടുപോയത് എന്നതുപോലെ നേരത്തെ ഇവരെന്ത് ചെയ്തു, ചെറുപ്പത്തിൽ തന്നെ വിവാഹം ചെയ്തു വെച്ചു. അങ്ങനെ പറഞ്ഞു വെച്ചതാണ് ഉത്ബ എന്ന മകന് റുഖിയ ബീവിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തൈബ എന്നൊരു മോണ്ട് ഉമ്മു കുൽസൂമിനെ അവന് കെട്ടിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ഈ 2 മക്കളും വിവാഹിതരായി, പക്ഷെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വന്തം മക്കളെ അമ്മോശനെതിരെ ഖുർആനിൽ ആയത്തിറങ്ങണത്. അള്ളാഹ്ക്ക് എന്താ അമ്മോശനം? അള്ളാഹ് തബ്ബത്ത് യദാബിൽ അടിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഇവനാകെ പ്രകോപിതനായി 2 മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, റഅസി വറഅസുകുമാ അലയ്യ ഹറാം, മക്കളെ ഇനി മേലിൽ നിങ്ങൾ എന്നെ കണ്ടുപോകരുത്. ഇല്ലം തുഫാരിഖി ഇബ്നതൈ മുഹമ്മദ്, മുഹമ്മദിന്റെ 2 മക്കളെയും ഈ സ്പോട്ടിൽ തൊലാക്കല്ലാണ്, അല്ലാതെ ഈ വാപ്പാന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതൊന്നും ഒരു പ്രതിസന്ധിയല്ല. അള്ളാഹുവിലേക്ക് ക്ഷണിച്ച ഒരൊറ്റ കാരണത്താൽ ഒറ്റ ദിവസം 2 മക്കളെ തൊലാക്കില്ലാണ്. 2 തൊലാക്കിൽ മാത്രമല്ല, അതിൽ ഉത്തൈബ എന്ന് പറയുന്ന മകൻ പുന്നാര നബിതങ്ങളെ സമീപത്ത് വന്ന് അവിടുത്തെ മാറു പിടിച്ചു, കുപ്പായം പിടിച്ചു വലിച്ചു, അവിടുത്തെ അവഹേളിച്ചു. അങ്ങനെ നബിതങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടാണ് ത്വലാഖ് ചൊല്ലിയത്. ഉടനെ തന്നെ മുത്തുനബി മനസ്സിൽ തട്ടി അങ്ങ് പറഞ്ഞുപോയി, അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബം മിൻ കിലാബിക, പടച്ചവനെ ഇവനെതിരെ നിന്റെ ഹിംസ്ര ജീവികളിൽപ്പെട്ട ഒരു ജീവിയെ നീ അധികാരപ്പെടുത്തണേ. ഇത് ഉത്തൈബ കേട്ടതോടുകൂടി അയാളെ മനസ്സിൽ പേടി തോന്നി. കാരണം അവർക്കൊക്കെ അനുഭവം ഉണ്ട്. ഇതിനു മുമ്പ് മുത്തുനബിയുടെ നാവ് കൊണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഉള്ളിൽ ഭയങ്കര പേടിയാണ്. അതോടുകൂടി അബൂലഹബ് പറയും, പിന്നെ മോനെ ശ്രദ്ധിക്കണം കേട്ടോ, എവിടെ പോകുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, മുഹമ്മദ് ആ പറഞ്ഞത് ശ്രദ്ധിക്കണേന്ന് ഇങ്ങനെ പറയും. അങ്ങനെ സിറിയയിലേക്ക് കച്ചവടത്തിന് പോവാണ്. തന്തി മോനുണ്ട്, അബൂലഹബ് ഉണ്ട്, ഉത്തൈബയുണ്ട്. ഉത്തൈബയോട് വാപ്പ അങ്ങനെ പറയണ്ടേ, ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ സാധാരണ ഇവർ പോകുമ്പോഴൊക്കെ തമ്പടിക്കുന്ന സ്ഥലം ബുസ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എല്ലാ യാത്രക്കാരും അവിടെയാണ് തമ്പടിച്ചിട്ട് ചായ വെള്ളം കുടിച്ചിട്ടൊക്കെ പോകല്. അപ്പൊ വിശ്രമിക്കാൻ വേണ്ടി തമ്പടിച്ചപ്പം ഇവരുടെ കച്ചവട ചരക്കുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് എന്നിട്ട് എല്ലാവരോടും അതിന്റെ താഴെ കിടക്കാൻ പറഞ്ഞു അബൂലഹബ്. എല്ലാവരും താഴെ കടന്നുകൂടിയാണ്. എല്ലാവരും താഴെ കടന്നു. മകൻ ഉത്തൈബനോട് പറഞ്ഞു, ഇജ്ജ് മുകളിൽ കയറി കടന്നു. കാരണം മുഹമ്മദ് പറഞ്ഞല്ലോ ആ വാക്ക് പുലരാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് മേലെ കയറി കടന്നു സുരക്ഷിതത്വത്തിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്, പാതിര സമയമായി.
അപ്പോഴതാ ഒരു സിംഹം വരുന്നു. ഈ സംഘത്തിന്റെ സമീപത്ത് വന്ന് ചുറ്റും കിടക്കുന്ന ഓരോരുത്തരും ഇങ്ങനെ മണത്ത് പോയിട്ട് പിന്നെ ഒരൊറ്റ ചാട്ടമാണ് ഈ ചരക്കുകളുടെ മുകളിലേക്ക്. അങ്ങനെ ഉത്തൈബയുടെ കഴുത്ത് കടിച്ചു പറിച്ചുകൊണ്ടതാ സിംഹം ഓടിപ്പോകുന്നു. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് അതുപോലെ പുലരുന്നു. പക്ഷെ രണ്ടാമത്തെ മോൻ ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പാടുകൊണ്ട് അയാൾ മക്കമ്മത്തിന്റെ ശേഷം മുസ്ലിം ആയിട്ടുണ്ട് എന്നാ ചരിത്രം പറയുന്നത്. അബൂലഹബിനെ മരിച്ചത് വളരെ നിസ്സാരനും നിന്ദ്യനുമായിട്ടാണ്. ഞാൻ ആ കഥകളിലേക്ക് പോണില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ രണ്ടുപാട് തൊലാക്കിയില്ല. ഇപ്പം വാപ്പാന്നുള്ള വലിയ വിഷമമുണ്ടാവില്ലേ? അപ്പോഴും ആശ്വസിപ്പിക്കുന്നത് ആര് തന്നെയാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അതിനേക്കാളും നല്ല ഭർത്താക്കന്മാർ നമ്മളെ കുട്ടി കിട്ടുവാറ്. പറഞ്ഞ പോലെ തന്നെ അതാ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്ന് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയാണ്. പിന്നീട് റുഖയ്യ ബീവി വഫാത്തായതിനു ശേഷം ഉമ്മു കുൽസുമിനെയും വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ 2 പ്രവാചക പത്നിമാരുടെ ഭർത്താവാകാൻ ഭാഗ്യം ലഭിച്ച് ദുന്നൂറൈൻ എന്ന പേരിന് അർഹത നേടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെയാണ് ഇതിന് പകരം അള്ളാഹു അവർക്ക് ഭർത്താവായി കൊടുത്തത്. ഇങ്ങനെ പ്രതിസന്ധികൾ ഓരോന്നോരോന്ന് വരുമ്പോഴും അവിടത്തേക്ക് സാന്ത്വനം പകർന്ന് കൂടെ നിന്ന മഹദിയാണ് ഖദീജത്തു കുബ്രാ റളിയല്ലാഹു അൻഹാ. പിന്നീട് അതാ പ്രതിസന്ധികൾ കൂടിക്കൂടി അവസാനം നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരെ ഓരോരുത്തർക്കും. ആ സമയത്ത് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ മകളാണല്ലോ. ആ മകളും ഭർത്താവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനും നാട്ടിൽ നിൽക്കാൻ പറ്റാതെ അപ്പോൾ എത്യോപ്യയിലേക്ക് യാത്ര പോവാണ്. ആ സമയത്ത് ഉമ്മ നെഞ്ചു പൊട്ടിങ്ങനെ നോക്കിക്കാണ്. ചെറിയ മകൾ ഫാത്തിമ ബീവി നിലവിളിച്ച് കരയാണ്. ഉമ്മു കുൽസൂം ഇങ്ങനെ പോകല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദുഃഖിച്ചിങ്ങനെ നിൽക്കുമോ ആ സമയത്ത് ഖദീജ ബീവി ആസ്വദിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലും സംസാരിക്കുകയാണ്. ഖദീജ, ലൂത്ത് നബി അലൈഹി സ്വലാമിന് ശേഷം ഭാര്യയെയും കൊണ്ട് ആദ്യമായി ഹിജ്റ പോകുന്നത് നമ്മളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് എന്ന് പറഞ്ഞ് ആ യാത്രയുടെ മഹത്വം അവരെ ബോധ്യപ്പെടുത്തി അവരെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ പരസ്പരം സാന്ത്വനവും സ്നേഹവും പകർന്നുള്ള ഒരു മാതൃകാ ദാമ്പത്യവും കൂടി ലോകത്തിന് കാഴ്ചവെക്കുന്നയായിരുന്നു മുത്തുനബിയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും. അത് കഴിഞ്ഞ് ഹിജ്റയുടെ 7ാമത്തെ വർഷം ഉപരോധം വരികയാണ്. ഉപരോധം എന്ന് പറഞ്ഞാൽ ശക്തമായ ഉപരോധം. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ഉപരോധമല്ല. ഭക്ഷണവും വെള്ളവും കൂടി നിഷേധിക്കുന്ന ഒരു ഉപരോധം. 1 മണി ഗോതമ്പ് പോലും കൊടുക്കാൻ പാടില്ല. ശിഹാബ് അബി ത്വാലിബ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് നിലകൊള്ളുന്ന സ്ഥലം ഉണ്ടല്ലോ, മിനയുടെ ഭാഗത്തേക്കുള്ള ആ ടണലൊക്കെ ഉള്ള ഏരിയ, അതാണ് ശിഹാബ് അബി ത്വാലിബ്. ഒരു കുന്നിൻ ചെരുവാണ്. ആ ചെരുവിൽ ഒരു തരി ആഹാരവും അങ്ങോട്ട് കടത്തിവിടാതെ ഇവരവിടെ ഉപരോധിച്ചു. അവരോട് ആരും സംസാരിക്കാൻ പാടില്ല, അവരുമായി വിവാഹബന്ധം പാടില്ല, ഒരു കല്യാണത്തിന് വിളിക്കാൻ പാടില്ല, പണം തന്നാലും ഒരു സാധനം മോൽക്ക് വിൽക്കാൻ പാടില്ല. അങ്ങനെ അതാ പാതിര സമയമായാൽ മക്കയുടെ തെരുവിൽ ആ കുട്ടികളുടെ നിലവിളി കേൾക്കുകയാണ്. ഉമ്മമാര് മുലയൂട്ടിയാൽ പാലിന് പകരം ചുരത്തുന്നത് ചോരയാണ്. കുട്ടികൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ മൂകമായ അന്തരീക്ഷത്തിൽ ഉറക്ക കരഞ്ഞാൽ മക്കയുടെ എല്ലാ ദിക്കുകളിലും ആ കരച്ചിൽ ഇങ്ങനെ പ്രതിധ്വനിക്കും. ഇത് കണ്ട് പലരും പറഞ്ഞു നോക്കി, ഇത് വല്ലാത്ത ക്രൂരത, ഇത് അവസാനിപ്പിക്കണ്ടേ. പക്ഷേ ഈ ഉപരോധത്തിൽ ആര് പെട്ടിരുന്നില്ല? ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ കുടുംബ ഉപരോധത്തിലില്ല. ഖദീജ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് പട്ടിണി കിടക്കണ്ട, നിങ്ങളെ കുടുംബത്തേക്ക് പോയിക്കോളേ. പക്ഷേ ബീവി സന്നദ്ധയായില്ല. അള്ളാഹിന്റെ ഹബീബിന്റെ കൂടെ പട്ടിണി കിടക്കാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വയം തയ്യാറാകുകയാണ്. അങ്ങനെ അതാ 3 വർഷക്കാലമാണ് ഭക്ഷിക്കാൻ ഒരു തരി കോതമ്പ് പോലും കിട്ടാതെ ആ കുന്നിന്റെ ചെരുവിലുണ്ടാകുന്ന ചെറിയ ചെടികളുടെ താഴ്ഭാഗത്തുള്ള കിഴങ്ങുകളൊക്കെ കളച്ചു തിന്നും, പച്ചില ഭക്ഷിക്കും. ഈ കാരണത്താൽ ആടുകളുടെ വിസർജ്യങ്ങൾക്ക് സമാനമായിരുന്നു പ്രവാചക കുടുംബത്തിന്റെ ആ കാലഘട്ടത്തിലെ വിസർജ്യങ്ങളെന്ന് വേദനയോടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നബിതങ്ങളുടെ കൂടെ സങ്കടം സഹിച്ച് വളരെ ക്ഷമിച്ച് കൂടാണ്. അങ്ങനെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ പ്രതിഷേധിക്കാൻ തുടങ്ങി ഈ കുട്ടികളെ കരച്ചിൽ കേട്ടിട്ട്. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നുബുവത്തിന്റെ 10ാമത്തെ കൊല്ലാണ് ഇവർക്ക് ഉപരോധം പിൻവലിക്കുന്നത്. ആ ഉപരോധം പിൻവലിച്ച് താഴെ ഇറങ്ങി ജനങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സമയത്ത് നബിതങ്ങളെ ഏറെ വേദനിപ്പിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. അവിടത്തേക്ക് പുറത്ത് സംരക്ഷണം കൊടുത്തിരുന്ന മൂത്താപ്പ അബൂ ത്വാലിബ് മരണപ്പെടും. അത് റമളാൻ 7-നാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതിൽ നബിതങ്ങൾക്ക് വലിയ വേദന ഉണ്ടായി. കാരണം ഇനി സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് സംരക്ഷിക്കുന്നത് നാട്ടിലെ കാരണവരായ മൂത്താപ്പയാണ്. മൂത്താപ്പ മരിച്ചു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല, ആ ബേജാറുണ്ട്. അതിലിങ്ങനെ നിൽക്കുമ്പോഴാണ് കൃത്യം 3 ദിവസം കഴിഞ്ഞ് റമളാൻ 10-ന്റെ അന്ന് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നു. കുടുംബത്തിന്റെ ഉള്ളിൽ നബിതങ്ങൾക്ക് സമാധാനം കൊടുത്താളാണ്. അപ്പോൾ പുറത്തുനിന്ന് സമാധാനം കൊടുത്താളും അകത്ത് സമാധാനം കൊടുത്താളും രണ്ടും നഷ്ടപ്പെട്ടു. ആമുൽ ഹുസ്ൻ എന്നാണ് ഈ കൊല്ലം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ദുഃഖവർഷം നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത വലിയ സങ്കടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ച് അവിടുത്തെ കഫൻ പുടവയിൽ പൊതിയാൻ ഒരുങ്ങുമ്പോൾ ശരീരം മുഴുവനും മറക്കാൻ പോകുന്ന ഒരു തുണി പോലും ലഭിച്ചില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മക്കത്തെ രാജാത്തിയായി, കോടിക്കണക്കിന് ദീനാറുകളുടെ ഉടമസ്ഥയായി, അത് മുഴുവനും അള്ളാഹിന്റെ റസൂലിന് വേണ്ടി, ദീനിന് വേണ്ടി സമർപ്പിച്ച് ഖബറിലേക്ക് പോകുന്ന ദിവസം ശരീരം മുഴുവനും മറക്കാൻ പോന്ന ഒരു കഫംപുടവ പോലും ബാക്കിയാക്കാതെ സമർപ്പിച്ചു പോയ ഖദീജ റളിയല്ലാഹു അൻഹയെ ഈ സമുദായത്തിന് എങ്ങനെ മറക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓരോ സന്ദർഭത്തിലും ബീവിയുടെ മധു ഇങ്ങനെ പറയും. ഖദീജ ബീവിയുടെ സഹോദരി ഒരിക്കൽ വീട്ടിൽ വന്നു. അടുക്കളയിൽ നിന്ന് ആ ശബ്ദം കേട്ടിട്ടുള്ള അപ്പോഴേക്ക് എൻ്റെ ഖദീജ എന്ന് നബി തങ്ങൾ പറഞ്ഞു പോയി. കാരണം ഏട്ടത്തി അഞ്ചത്തിയൊക്കെ ഏകദേശം ഒരേ ശബ്ദമായിരിക്കുമല്ലോ. അപ്പൊ അഞ്ചത്തിന്റെ ഒച്ച കേട്ടപ്പോൾ ഖദീജ ബീവിയാന്നാണ് തോന്നിപ്പോയി നബി തങ്ങൾക്ക്.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലാ യഖാദു യഖ്റുജു മിനൽ ബൈത്തി ഹത്താ യദ്കുറ ഖദീജ. എപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണെങ്കിലും എൻ്റെ ഖദീജ ഉണ്ടായില്ലെങ്കിൽ എന്നൊരു വാക്ക് പറയും. അവരുടെ പേരിൽ ഇങ്ങനെ മധുർ. കാരണം ഖദീജ ബീവിന്റെ പ്രത്യേകത എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരയിൽ നിന്ന് പോകുമ്പോൾ കൂടെ ഇറങ്ങി വരും. എന്നിട്ട് എല്ലാം ചോദിച്ചറിയാം, എങ്ങോട്ടാ പോകണം, എപ്പോഴാണ് വരിക, വൈകാതെ ഇങ്ങോട്ട് എത്തണേ. ഭയങ്കര കെയറിംഗ് ആണ്. ആരും ഒന്ന് ചോദിച്ചാൽ നബിതങ്ങളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയത്തുണ്ടാവും ഖദീജ ബീവിന്റെ. അതൊരു നല്ല ഭാര്യൻ്റെ അടയാളമാണ്. ഭർത്താവിനെ കുറിച്ച് എല്ലാം ശ്രദ്ധിക്കുക. ഇത് മറ്റുള്ള ഭാര്യമാർക്ക് പോയിട്ട് വരിക അറിയാം, എവിടുക്കാ പോകണം, എപ്പോഴാണ് വരും, ഇതൊന്നും ചോദിക്കില്ല ചില ഭാര്യമാർ. ഇതെല്ലാം അറിയണം. അപ്പം നബിതങ്ങൾ ഇങ്ങനെ പുരയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറയും, എൻ്റെ ഖദീജ ഉണ്ടായിനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അറിയാം. ആയിഷ ബീവി പറയാ, ഫഅഖദത്നിൽ ഗിറ, എനിക്കാട്ട് ദേഷ്യം പിടിച്ചു. കാരണം എപ്പോഴും എന്താ, മരിച്ചുപോയ ഖദീജ ബീവിന്റെ മധു ഇങ്ങനെ പറയും. വേറൊരു ഭാര്യക്ക് അത് സഹിക്കൂലല്ലോ, അത് സ്വാഭാവിക. ഞാൻ അങ്ങോട്ട് ഈറ പിടിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല നബിയെ, ഹൽ കാനത്തില്ല അജൂസൻ ഖദ് അബ്ദലല്ലാഹു ലക ഖൈറൻ മിൻഹാ. അതൊരു കിളവത്തിയല്ലേ, നിങ്ങളെക്കാൾ 15 വയസ്സിന് മൂത്തൊരു പെണ്ണല്ലേ. അള്ളാഹു തആല അത് പോയതിനു ശേഷം നിങ്ങൾക്ക് പകരം തന്നെ നോക്കി നല്ല നല്ല പളുങ്കോലത്തെ കുട്ടികളല്ലേ അവിടെ ഉള്ളത് എന്നാട്ട് പറഞ്ഞപ്പം നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, പുന്നാര നബി തങ്ങൾ അങ്ങ് ദേഷ്യം പിടിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, വല്ലാഹി മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ. ഖദീജ ബീവിക്ക് പകരം വെക്കാൻ പോകുന്ന ഒരൊറ്റൊന്നിനെ അള്ളാഹ് എനിക്ക് തന്നിട്ടില്ല. നിങ്ങളൊന്നും ഖദീജ ബീവിക്ക് പകരം വെക്കാൻ പറ്റിയവരല്ല. അറിയോ നിങ്ങൾ ബീവിയുടെ മഹത്വം? ആമനത്ത് ഇത് കഫറന്നാസ്, ജനങ്ങൾ മുഴുവനും എന്നെ നിഷേധിച്ചപ്പോൾ ഞാൻ പ്രവാചകരാണെന്ന് ആദ്യമായി വിശ്വസിച്ചത് എൻ്റെ ഖദീജയാണ്. വസദ്ദഖ്തനി ഇത് കദ്ദബനിന്നാസ്, ജനങ്ങളൊക്കെ എന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പം ഞാൻ സത്യം പറയുന്ന ആളാണെന്ന് പ്രഖ്യാപിച്ചത് എൻ്റെ ഖദീജയാണ്. വവാസത്നി ബിമാരിഹ ഇത് ഹറമനിയന്നാസ്, ജനങ്ങൾ എല്ലാം എനിക്ക് തടഞ്ഞു, ഉപരോധം വരെ ഏർപ്പെടുത്തിയപ്പോൾ സർവവും എനിക്ക് തന്നുപോയത് എൻ്റെ ഖദീജയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഖദീജ ബീവിയുടെ മറന്നുകൂടാ. മാത്രമല്ല, ഇനി വ്യക്തിപരമായി പറഞ്ഞാൽ വറസഖനില്ലാഹു മിൻഹൽ വലദ്, എനിക്ക് അല്ലാഹു മക്കളെ ഭാര്യമാരിലൂടെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഖദീജ ബീവിയിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ബീവി എനിക്ക് മറക്കാൻ പറ്റൂല, എന്നും ബീവിയെ ഓർക്കും. ആ ഖദീജ ബീവിയുമായി ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒന്ന് കണ്ട അവിടുത്തെ കണ്ണു നിറയും. മുത്തുനബിയുടെ മറ്റൊരു മകളായിരുന്നല്ലോ സൈനബ് റളിയല്ലാഹു അൻഹ. അവരെ വിവാഹം കഴിച്ചിരുന്നത് അബുൽ ആസ് ബിൻ റബീഅ എന്ന മഹാനാണ്. പക്ഷേ അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ. എന്നാലും നബിതങ്ങൾക്കെതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. മുത്തുനബിയും കുടുംബവും മദീനയിലേക്ക് ഹിജ്റ പോയപ്പം സൈനബ് ബീവിയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വിട്ടുകൊടുത്തതുമില്ല. അത് വലിയ സങ്കടമായിരുന്നു അവർ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധത്തിലേക്ക് അബൂജഹലിന്റെ നിർബന്ധത്തിന് വഴങ്ങി മരോനും പോവാണ്. ആര്? അബുൽ ആസ് ബിൻ റബീഅ, റസൂലുള്ളാഹിന്റെ മോളെ ഭർത്താവ് യുദ്ധത്തിന് പോവാണ്. പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇവര് സമ്മർദ്ദം ചെലുത്തിയത്. പക്ഷേ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഈ അബുൽ ആസ് ബിൻ റബീഅവുമുണ്ട്. നബിതങ്ങൾ അതാ യുദ്ധ തടവുകാരെ വിട്ടയക്കാൻ ഫിദിയ പ്രഖ്യാപിച്ചു. മക്കയിൽ നിന്ന് ബന്ധുക്കൾ ഈ പിടിക്കപ്പെട്ട ആളുകളുടെ കുടുംബക്കാർ ഫിദിയ കൊടുത്തയക്കുന്ന ഓരോരുത്തർ ഇങ്ങനെ മോചിപ്പിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോഴാണ് പുന്നാര നബിതങ്ങളെ മുമ്പിലേക്ക് അബുൽ ആസ് ബിൻ റബീഅ എന്ന തന്റെ മരുമകന്റെ ഫിദിയ വരുന്നു. ആ ഫിദിയ നബിതങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലതാ ഒരു മാല കാണുകയാണ്. ആ മാല കണ്ടപാട് അള്ളാഹിന്റെ റസൂൽ അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. സ്വഹാബത്ത് ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, അല്ല നബിയെ എന്തിനാണ് അവിടെ നിന്ന് കരയുന്നത്? അള്ളാഹിന്റെ റസൂൽ കരഞ്ഞു പോയത് മറ്റൊന്നുമല്ല, ഈ മാല ഏതാണെന്നറിയോ? പതിറ്റാണ്ടുകളോളം ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കഴുത്തിൽ ധരിച്ചു നടന്നിരുന്ന മാലയാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന്റെ സമയത്ത് ആ മാല ഉമ്മ മകൾക്ക് സമ്മാനിച്ചതാണ്. ഭർത്താക്കന്മാർക്ക് പരിചയം ഉണ്ടാവില്ല ഈ മഹറിന്റെ എന്നിട്ടുകൊണ്ട് നടക്കണ മാല. ഈ മാല കയ്യിലെട് വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ മനസ്സിലേക്ക് ഖദീജ ബീവിന്റെ ഓർമ്മ കിട്ട് വരികയാണ്. അവിടുന്ന് കണ്ണു നിറഞ്ഞങ്ങ് കരഞ്ഞിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഇന്ന സൈനബ ബഅസത് ബിഹാദിൽ മാൽ, എന്റെ മകള് മക്കയിലുള്ള സൈനബ് ബീവി ഇതാ ഈ മാല കൊടുത്തയച്ചിരിക്കുകയാണ്. ലിഇഫ്ദാഇ അബുൽ ആസ്, അവളുടെ ഭർത്താവ് അബുൽ ആസിന്റെ ഫിദിയയായിട്ട് കൊടുത്തുവിട്ടതാണ്. സ്വഹാബത്തെ ഫഇൻ റഅയ്തും മൻ തുത്ലിഖു ലഹാ അസിറഹാ, നിങ്ങൾ അഭിപ്രായപ്പെടുകയാണെങ്കിൽ അവളുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഭർത്താവിനെ നമുക്ക് വിട്ടുകൊടുക്കുകയും ഈ മാല തിരിച്ചു കൊടുക്കുകയും ചെയ്യാൻ നിങ്ങൾ സമ്മതം തരുമോ? കാരണം ആ ബീവിന്റെ ഓർമ്മ വെക്കണ ഈ മാല ചെലവാക്കാൻ നബിതങ്ങൾക്ക് തോന്നണില്ല. എത്രയാണ് ആ ബന്ധത്തിന്റെ ആഴവും പരപ്പുകൾ ആലോചിച്ചു. സ്വഹാബത്തിന് റെഡിയല്ലേ? അവരെല്ലാവരും അംഗീകരിച്ചു, ആ മാല തിരിച്ചു കൊടുത്തു. കാരണം മൂപ്പര് നേരത്തെ തന്നെ യുദ്ധത്തിന് വരാൻ ആഗ്രഹിച്ച ആളൊന്നുമല്ല. അങ്ങനെ ഒരു നിബന്ധന വെച്ചു, സൈനബിനെ മടക്കി തരണം എന്നാണ് പറഞ്ഞതുപോലെ അദ്ദേഹം തിരിച്ചുപോയി സൈനബിനെ മടക്കി കൊടുത്തു. പിന്നെ തിരിച്ചു വന്നിട്ട് മുസ്ലിം ആകുകയും ചെയ്തു. അങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഘട്ടത്തിലും ആ ബീവിയെ ഓർക്കുകയും മരണാനന്തരവും എപ്പോഴും സ്മരിക്കുകയും ചെയ്ത ഒരു മഹദിയാണ്. അതുകൊണ്ട് നമുക്കും ഒരിക്കലും മറക്കാൻ പറ്റൂല ഖദീജ ബീവിയുടെ ഓർമ്മ പുതുക്കുന്ന ഒരു ചടങ്ങ്. അത് വലിയ ബറക്കത്തുള്ള ചടങ്ങാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുനോട്ടമുണ്ടാകുന്ന സദസ്സാണ്. ആ കൂട്ടത്തിൽ ഈ മജ്ലിസ് അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. മഹദിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ആ മഹദിമാരെ ഒക്കെ കൂടെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ കുടുംബ
കുടുംബസമേതം നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവിടെ നിന്ന് ജന്നത്തുൽ മുഅല്ലായിൽ പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞ് അതാ ലക്ഷോപലക്ഷം ജനങ്ങൾ അവിടെ വന്ന് തവാഫ് ചെയ്യുന്നത്, നിസ്കരിക്കുന്നത് കണ്ട് ആസ്വദിച്ച് കിടക്കുകയാണ്. ആ മഹദിയെ പോയി സിയാറത്ത് ചെയ്യാൻ ഒരുപാട് തവണ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മുത്തുനബി തങ്ങളെ പൊരുത്തം ലഭിക്കുന്നവർ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ മാസത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ, പ്രതികൂലമാക്കല്ല അല്ലാഹ്. നരക വിമോചിതരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ, സ്വർഗം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ വലാ തറുദ്ദനാ ഖായിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദ്വാരക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.